സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി. 11 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റസയും കൊല്ലപ്പെട്ടു എന്ന് സൂചന വരുന്നുണ്ട്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. ഓവർ ടു മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് എസ് കെ. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഗസയ്ക്ക് പുറത്തേക്ക് ഈ ആക്രമണം വ്യാപിക്കുന്നത്. ഈ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഇന്നലെ രാത്രി തകർന്നു. ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഇറാൻ റവല്യൂഷണറി ഗ്രൂപ്പിലെ 2 കമാൻഡർമാർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ മുഹമ്മദ് റസ സഹേദി കൊല്ലപ്പെട്ടത് ഇറാന് വലിയൊരു തിരിച്ചടിയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ലെബനൻ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് സിറിയയിൽ അടുത്തിടെ നടന്ന പരസ്യമായ ഇസ്രയേൽ ആക്രമണങ്ങളിലെ ഏറ്റവും തീവ്രത കൂടിയ ഒരു ആക്രമണമാണിത്. F-35 യുദ്ധവിമാനങ്ങളിൽ നിന്ന് 6 മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ കോൺസുലേറ്റ് തകർത്തതെന്നാണ് ഇറാന്റെ അംബാസഡർ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചടിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ടെന്ന് വ്യക്തമാക്കിയ അവരുടെ വക്താവ് നാസർ കനാനി അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയെന്നൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്ന് പറയുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ ഇന്റലിജൻസ് പ്രകാരം ഇതൊരു കോൺസുലേറ്റേ അല്ല, ഇതൊരു എംബസിയുമല്ല, ഡമാസ്കസിലെ ഖുദ്സിന്റെ ഒരു സൈനിക കേന്ദ്രമാണ്. ഇറാൻ ഈ മേഖലയിൽ സംഘർഷഭരിതമാക്കുവാൻ കഴിഞ്ഞ 6 മാസക്കാലമായി ശ്രമിക്കുകയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അവരുടെ പ്രതിരോധ വകുപ്പ് വക്താവ് ഡാനിയൽ ഹഗാഴി എന്നാൽ ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഇസ്രായേലാണെന്ന് സമ്മതിച്ചിട്ടുമില്ല. ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കുവാൻ അമേരിക്കയോ അല്ലെങ്കിൽ വൈറ്റ് ഹൌസും ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺസുലേറ്റ് തകർന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഇന്ന് വൈറ്റ് ഹൌസിൽ ഈ പ്രസ് മീറ്റിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടെന്നും ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയുമെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് കരീം ജീൻ പറഞ്ഞത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. രാമചന്ദ്രൻ ഡൽഹിയിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഡൽഹിയിലോട്ട് വന്ന് ഡൽഹിയിൽ നിന്നൊരു മോർണിംഗ് ഷോ ചെയ്യണം. എന്തെങ്കിലും ഒരിക്കലും നമുക്കത് സാധ്യമാക്കാം. ഡൽഹി വരുന്ന സമയത്ത് നമുക്കൊരു മോർണിംഗ് ഷോ അവിടെ നിന്നാക്കാം. പക്ഷേ രാമേന്ദ്രൻ ഞാൻ അവിടെ വരുന്ന പ്രമാണിച്ച് യാത്ര ചെയ്തുകളായിരുന്നു, അവിടെ തന്നെ ഉണ്ടാകണം.